സിസ്റ്ററെ, ഇപ്പൊ ഈ സ്നേഹം എന്ന് പറയുന്നത് ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് എനിക്ക് പരിചയത്തിലുള്ള രണ്ട് സുഹൃത്തുക്കളുടെയാണ്. അതായത് പ്രണയ വിവാഹമായിരുന്നു. കുറേ വർഷങ്ങൾ പ്രണയിച്ചതിന് ശേഷം വിവാഹം കഴിച്ചവർ പെട്ടെന്ന് പിന്നീടാണ് അവർക്ക് അവരുടെ പരസ്പരം സ്വഭാവം മനസ്സിലാകുന്നതും. ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു ആദ്യം കുറേ അവഗണനകളും കാര്യങ്ങളും ഉണ്ടായത്. പക്ഷേ ഇവള് അതിനെയൊക്കെ മറികടന്ന് അവനെ നന്നായി സ്നേഹിച്ച് ആ രീതിയിൽ കുറേ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ ഒരു എത്രയും ശ്രമിച്ചിട്ടും എത്രയോ വർഷങ്ങൾ ശ്രമിച്ചിട്ടും അതിന് സാധിച്ചില്ല. അങ്ങനെ പതിയെ പതിയെ ഇവളിൽ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ് ഇല്ലാതായി. പിന്നീടാണ് മനസ്സിലാകുന്നത്, ഇവൾ അകന്നു തുടങ്ങിയപ്പോഴാണ് ഇവന് മനസ്സിലാകുന്നത് അകന്നു പോവുകയാണ്. പിന്നെ ഇവൻ അടുക്കാൻ ശ്രമിക്കും തോറും ഇവൾക്ക്, പക്ഷെ ഇവർ ഒരുമിച്ച് ചേർക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇവൾക്ക് അത് സാധിക്കുന്നില്ല. കാരണം ആ സ്നേഹം എന്ന് പറയുന്നത് അവിടെ ഇല്ലാതായി എന്നാണ് പറയുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാരണം നമ്മൾ പറയുന്നത്, ഇവർക്കുണ്ടാകുന്ന ഒരു സൈലന്റ് മാരിറ്റൽ ടോർച്ചറിങ് ഉണ്ടാകുന്നുണ്ട്. എന്നുവെച്ചാൽ ഇന്ന കാര്യം കൊണ്ടാണ് എനിക്ക് അയാളോടൊരു സ്നേഹം നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അയാൾ അകലുന്നത് പോലെ തോന്നുന്നതെന്ന് പറയാനുള്ള ഇൻസിഡൻറ്റുകൾ ഉണ്ടാവില്ല. ബട്ട് കോയിൻസിഡൻറ്റുകളാണ് ഉണ്ടാകുന്നത്. നമ്മൾ പറയണ ഒരു ഒരു കൊണോട്ടേഷൻ, അതായത് നമ്മൾ പ്രവർത്തിക്കുന്നതിന് ഉപരിയായിട്ടുള്ള ഒരു അണ്ടർലൈൻ ചെയ്തോ വിഹാരം ഇവർക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മേ ബി നമ്മൾ പറയുന്നത് ഈ കുറേ നാളത്തെ പ്രണയം കഴിഞ്ഞിട്ട് വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടക്കുമ്പോൾ ഈ പ്രണയ കാലഘട്ടത്തിൽ രണ്ടു പേരുടെയും ആഗ്രഹം എന്ന് പറയുക ഇവർക്ക് സ്വന്തമാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു വിവാഹ ജീവിതത്തിലേക്ക് വന്ന് ലീഗലി അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അതൊന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രൈം ഗോളിന് വേണ്ടിയിട്ടാണ് അവരുടെ പല സ്വഭാവ പ്രശ്നങ്ങളെയും അല്ലെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെയും അവർ ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി ആ ഒരു സമയത്ത് നമുക്കറിയാം, കുറച്ച് ഈ റൊമാൻറ്റിക് അഫെയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ കൂടുതൽ ഇമോഷണൽ കാര്യങ്ങളാണ് മനസ്സിൽ നിൽക്കുന്നത്. ഈ ഇമോഷണൽ കാര്യങ്ങൾ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ചില കാര്യങ്ങളെ നീതിയുക്തമായിട്ട് കാണാനും അതിനെ വേണ്ട രീതിയിൽ കറക്റ്റ് ചെയ്യാനും പറ്റാതെ വരുന്നുണ്ട്. അതായത് നഷ്ടപ്പെടുമോ എന്നൊരു ഒരു ആശങ്ക ഇവരിലുള്ളത് കൊണ്ട് തന്നെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കുറേയൊക്കെ ഇവർ ഹൈഡ് ചെയ്ത് വെക്കുന്ന ബിഹേവിയർ പാറ്റേണുകൾ ഉണ്ടാവും. പക്ഷേ ഒരിക്കൽ വിവാഹത്തിലേക്ക് വന്നതിന് ശേഷം പിന്നെ ഹൈഡ് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പം അത്രയും നാളും അവര് അണിഞ്ഞിരുന്ന മുഖം മൂടി അവിടെ അഴിഞ്ഞു പോവുകയാണ്. അതായത് വേറൊരാളുടെ റിയൽ ലൈഫിലേക്ക് കയറി വന്ന ഒരു അനുഭവം വരുന്നു. അപ്പൊ ഈ സ്നേഹക്കുറവ് വരുന്നതിന് അല്ലെങ്കിൽ സ്നേഹം ഇല്ലാതാവുന്ന വറ്റിപ്പോകുന്ന ഒരവസ്ഥ, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില സാഹചര്യങ്ങളിൽ മാനസികമായിട്ടുള്ള ചില രോഗങ്ങൾ ഉള്ള വ്യക്തികളായിരിക്കാം. ഇപ്പം ഞാൻ പറയും ബൈപ്പോളാർ പോലെയുള്ള രോഗങ്ങളുള്ളവരാണ്. അപ്പം അവരുടെ ആ ഒരു നല്ല ഒരു സ്റ്റേബിളായിട്ടുള്ള കണ്ടീഷനിലായിരിക്കും ഇയാൾ കണ്ടിരിക്കുന്നതും സംസാരിച്ചിരിക്കുന്നതും. പിന്നീട് അയാളുടെ മൂഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുവാണ്, ഐദർ ഡിപ്രഷൻ ഓർ മാനിക് എന്ന് വെച്ചാൽ ഉന്മാദത്തിലേക്ക് വരികയാണ്. ഇത് ഇവരെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയും മാനസിക രോഗങ്ങളെയും മാനസിക വൈകല്യങ്ങളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ടൊക്കെ നടക്കുന്ന വിവാഹങ്ങളിൽ വിവാഹത്തിന് ശേഷമാണ് ജീവിത പങ്കാളി അറിയുന്നത് ഇയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവരും. കാരണം അയാൾക്ക് പലതരത്തിലുള്ള ആങ്സൈറ്റി റിലേറ്റഡ്, ആശങ്ക റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ ക്രൈസിസുകൾ ഉള്ളവരുണ്ട്. പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ, കൂടുതലും നമ്മൾ കാണുന്ന പേഴ്സണാലിറ്റി ഡിസോർഡറുകളാണ്. കാരണം ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുകളുടെ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ കൃത്യമായും പുറത്തു വരുന്നത് ഈ ഒരു 22 എബവ് ആണ്. ആ ഒരു സമയത്താണ് വിവാഹം നടക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ഇവർക്കുള്ള ഈ പേഴ്സണാലിറ്റിയിലുണ്ടാകുന്ന വ്യക്തിത്വത്തിലുണ്ടാകുന്ന വൈകല്യങ്ങൾ കൂടുതലായിട്ടും അറിയുന്നത് ആരാണ്? ഈ പാർട്ട്ണറാണ് അറിയുന്നത്. അപ്പോൾ പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വ്യത്യാസപ്പെടുന്നു, അവർക്കതിനെ യോജിച്ച് പോകാനായിട്ട് സാധിക്കാതെ വരുന്നു. പക്ഷേ ആ വ്യക്തിത്വ വൈകല്യമുള്ള വ്യക്തിയുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫോർ എ പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി അവൻ അതുപോലെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതിൻ്റെ അകത്ത് അവനൊരു മാറ്റം വന്നതായിട്ട് അല്ലെങ്കിൽ അവൾക്കൊരു മാറ്റം വന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പണ്ടും അവൻ ഇതുപോലെ ദേഷ്യപ്പെടും, ഒച്ചയെടുക്കും, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ അവൻ പറയും. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും അത് മാറും. ഇവൾക്കെന്താ അല്ലെങ്കിൽ ഇവനെന്താ ഇത്ര പ്രത്യേകത, കല്യാണം കഴിച്ച ഉടനെ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ. അപ്പോൾ ഇത് ഈ സ്നേഹം കുറയാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള സ്നേഹത്തിന് കുറവ് വന്നിട്ടല്ല, മൂന്നാമതൊരാൾ ഇതിൽ വേറൊരാൾ, അതായത് ആരാണോ എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് അയാൾ ആഗ്രഹിച്ച ഏതെങ്കിലും രീതിയിലുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഈ മൂന്നാമതൊരാളിൽ കണ്ടിരിക്കാം. എന്ന് വെച്ച് ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വൈഫിനോ ഇവരോട് സ്നേഹം കുറഞ്ഞെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ പറയണ ഒരു പേഴ്സൺ എ ആൻഡ് പേഴ്സൺ ബി. അപ്പോൾ പേഴ്സൺ എക്ക് വേറൊരു പേഴ്സൺ സി എ കണ്ടെത്തുകയാണ്. സി എ കണ്ടെത്തുമ്പോൾ വിവാഹത്തിന് മുൻപ് ഈ പേഴ്സൺ എ വിചാരിച്ചിരുന്ന കുറേ ക്യാരക്ടറിസ്റ്റിക്സ് അയാളിൽ ഉള്ളതായിട്ട് കാണുന്നു. അപ്പോൾ പതുക്കെ അയാളിലേക്ക് ഒരു അടുപ്പം വരുന്നു. ഇനി നമുക്ക് ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പേഴ്സൺ ബി ആദ്യകാലങ്ങളിൽ അറിയാതെ തന്നെ പേഴ്സൺ എക്ക് സിയിലേക്ക് പോകാനുള്ള പ്രവണതയും ചാൻസസും ഓപ്പർച്യൂണിറ്റിയും കൂടുന്നുണ്ട്.